السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الله رب محمد صلى عليه وسلم. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده والإمام أحمد رضا خان القادر البريلوي وصائر المجددين والإمام الشاريات وصائر مشائخهم وأصلافهم وأخلافهم وجميع المؤمنين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, ഇമാം അഹ്ലി സുന്ന അഹ്മദ് റളാ ഖാൻ അൽ ഖാദിർ ബറേലവി അലൈഹി റഹ്മത്തു വറദ്വാൻ വനഫഅനാ ബിഹി മഹാനവറുകളുടെ ഉറൂസ് മുബാറക്ക് സഫറുൽ ഖൈർ 25 യൗമുൽ മുജദ്ദിദീൻ, ആ പുണ്യ ദിനത്തിനെ തവസ്സുല് ചെയ്തുകൊണ്ട് മഹാനവറുകളുടെ ശിഷ്യനും ഖലീഫയായ മഹാനായ ഇമാം മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ഷാരിയാത്തി അലൈഹി റഹ്മത്തു വറദ്വാൻ വനഫഅനാ ബിഹി മഹാനവറുകളുടെ ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയ മസ്ജിദുൽ അസ്ഹർ മഖാമു ഷാലിയാത്തി ഷാലിയാത്തു ഷരീഫയിൽ വെച്ച് സഫർ 22 ആഗസ്റ്റ് 6 ഇതാ തിദ്കാറുൽ ഇമാം അഹ്മദ് റളാ, അതുപോലെ മഹദറത്തുൽ അസ്ഹരിയ തുടങ്ങിയ മജ്ലിസുകൾ നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹളറത്തിൽ വെച്ചിട്ട് അവിടുത്തെ ഷെയ്ഖും അവിടുത്തെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി മഹാനവറുകളുടെ തദ്കിറത്ത് ആ ഉറൂസ് മുബാറക്കിനെ തവസ്സുൽ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മജ്ലിസിൻ്റെ മാഖബിൽ മാബഅദിലെല്ലാം അല്ലാഹു തആല ഈ മഹത്തുക്കളുടെ സാന്നിധ്യവും ധാരാളം ഖൈറും ബറക്കത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആ മജ്ലിസിൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെയും സർവ്വ മുഅ്മിനീങ്ങളുടെയും എല്ലാ ദോഷങ്ങളും മാഫാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, തദ്കിറത്തുൽ ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ 108ാമത്തെ ഉറൂസ് മുബാറക്കാണ്. മഹാനായ ഇമാം അഹ്മദ് റസാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ബറേലി ഷരീഫിൽ ജനിച്ച് തൻ്റെ പിതാവായ റഈസുൽ മുത്തക്കല്ലിമീൻ അല്ലാമ നഖി അലി ഖാൻ അൽ ഖാദിർ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്ന് ഒരുപാട് ഫുനൂരുകൾ പഠിച്ചു. മാത്രമല്ല ഒരുപാട് അസാധ്യതത്തിൽ നിന്ന് പഠിച്ചു. അവസാനം ഹറമൈൻ ഷരീഫിലേക്ക് തിരിക്കുകയാണ്. ഹറമൈൻ ഷരീഫിലേക്ക് തിരിക്കുന്ന വസ്തുത നാം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ പിതാവിൻ്റെ കൂടെ 1ാമത്തെ ഹജ്ജിന് പോകുമ്പോൾ 1295 ഹിജ്റയിൽ, അതായത് 1878ാമത്തെ ഈസ്വിയിൽ, അതായത് 1878 ഈസ്വിയിൽ തൻ്റെ പിതാവായ റഈസുൽ മുത്തക്കല്ലിമീൻ റഹിമഹുല്ലാൻ്റെ കൂടെ ബൈത്തുല്ലാ ഷരീഫിൻ്റെ ഹജ്ജിന് വേണ്ടി ഹറമൈൻ ഷരീഫിലേക്ക് പോയി. ആ സമയത്ത് തന്നെ ഷാഫിഈ മസ്ലക്കിൻ്റെ വലിയ ഒരു മുഫ്തിയായിരുന്ന മുഫ്തി ഷാഫിഈ ഹുസൈൻ ഇബ്നു സ്വാലിഹ് ജമലുല്ലൈലി അൽ മക്കി, ജമലുല്ലൈലി സാദാത്യങ്ങൾപ്പെട്ട വലിയ ഒരു മഹാവ്യക്തിത്വം ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിനെ മുമ്പൊന്നും പരിചയമില്ല. എന്നിട്ട് പോലും അവിടുത്തെ ബസീറത്ത്, അവിടുത്തെ അഹങ്കാഴ്ച കൊണ്ട് മനസ്സിലാക്കി ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട നെറ്റി നോക്കുകയാണ്. എന്നിട്ട് ഇന്നീല അജിദു നൂറല്ലാഹി മിൻ ഹാദൽ ജബീൻ, ഈ നെറ്റിത്തടത്തിൽ ഞാൻ അല്ലാഹുവിൻ്റെ പ്രകാശം കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു നീണ്ട സംഭവം ബഹുമാനപ്പെട്ടവരെ ചുംബിക്കുകയും നെറ്റി ചുംബിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയി ഖാദിരിയ സിൽസിലയും അതുപോലെ സിയാവുസ്യത്തോടെ ഇജാസാത്തുമെല്ലാം കൊടുത്ത് മഹാനവറുകൾ എഴുതിയ ഒരു ഗ്രന്ഥം അതിന് ഷറഹ് ചെയ്താൻ പറയുകയും അങ്ങനെ ഒരു നീണ്ട സംഭവം തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മഹാനവറുകളുടെ കാലത്തിലുണ്ടായിരുന്ന മൗലാന റഹ്മാൻ അലി എന്ന് പറയുന്ന വ്യക്തിത്വം, അതായത് ഷെയ്ഖുൽ കുല്ല് ബഹുമാനപ്പെട്ട ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഖലീഫയായ റഹ്മാൻ അലി എന്നിവർ തദ്കിറത്തു ഉലമാ ഇൽ ഹിന്ദ്, അതായത് തദ്കിറ ഉലമാ ഹിന്ദ് ലക്നൌവിൽ 1914 ഇറങ്ങിയ 15-ാം പേജിലും 16-ാമത്തെ പേജിലും വിശദമായി ആ ചരിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യയിൽ
ഒരുപാട് അറിയപ്പെട്ട വ്യക്തിത്വമാണ്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ ആദ്യമായി അറിഞ്ഞത് 1295 ഹിജ്റ, അതായത് 1878 ഈസ്വിയിലാണ്. ആ ഒരു പരിചയം ബഹുമാനപ്പെട്ട അന്നുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അഹമ്മദ് ബിൻ സൈനുദ് ദഹ്ലാൻ അൽ ജീലാനി സാദാത്യങ്ങൾപ്പെട്ട വലിയ മഹാമനുഷ്യയായ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ സൈനുദ് ദഹ്ലാൻ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് മഹാനവറുകൾ ഇസ്തിഫാദ ചെയ്യുകയും ശിഷ്യത്വം സ്വീകരിക്കുകയും ഒരുപാട് ഇജാസാത്ത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ ഏകദേശം 22 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് 1317 ഹിജ്റ, അതായത് 1899 വിശദമായി ഇമാം അഹ്മദ് റളയെ അറബ് രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത്. അതിനൊരു കാരണം തഹ്രീഖുൻ നദ്വ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാണെന്ന് വാദിക്കുന്ന ചില ആളുകൾ ബിദ്അത്തുകാരെല്ലാം കൂട്ടിക്കുഴച്ച് തഹ്രീഖുൻ നദ്വ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന് ശക്തമായി എതിർത്തുകൊണ്ട് മഹാനായ ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി 1317 ഹിജ്റ, അതായത് 1899 ഒരു മഹത്തായ ഗ്രന്ഥം മഹാനവറുകൾ എഴുതി. ആ മഹാനായ ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് എഴുതിയ ഒരു മഹത്തായ ഗ്രന്ഥമാണ് ഫതാവൽ ഹറമൈൻ ബി റജ്ഫി നദ്വത്തിൽ മൈൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ആ മഹത്തായ ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ എഴുതി 28 ചോദ്യങ്ങളും അതിൻ്റെ 20 മണിക്കൂർ കൊണ്ട് മഹാനവറുകൾ എഴുതിയ അന്ന് ഉലമാ ഉൽ ഹറമൈൻ അതിനെ വലിയ ആദരിക്കുകയും അംഗീകാരം നൽകുകയും ചെയ്തു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ 6 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം 1323 ഹിജ്റ 1905 ഇസ്വിയിൽ മഹാനവറുകളെ ശരിക്കും അറബ് രാജ്യത്തിൽ അറിയപ്പെടുകയാണ്. ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി രണ്ടാമത്തെ ഹജ്ജിന് പോയപ്പോൾ ഇമാം അഹ്മദ് റളയോട് അന്നുള്ള പണ്ഡിതന്മാർ ഇങ്ങോട്ട് ഫത്വ ചോദിക്കുകയാണ്. മാത്രമല്ല ഇവിടുന്ന് ഒരുപാട് ഇജാസാത്ത് സ്വീകരിക്കുകയാണ്, സനദുകൾ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഇന്ത്യൻ പണ്ഡിതനെ ഇതാ എല്ലാ നിലക്കും ഒത്തുസമ്മതിച്ചുകൊണ്ട് ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിലോ അവിടുത്തെ തസല്ലുബിലും ഇസ്തിഖാമത്തിലും ഒരു സംശയമില്ലാത്ത വിധത്തിൽ അന്നുള്ള ഹക്കിൻ്റെ അഹ്ലുകാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പണ്ഡിതന്മാർ ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹിനെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. അന്ന് മഹാനവറുകൾ എഴുതിയ അൽ മുസ്തനദുൽ മുഅ്തമദ് ബിനാ നജാത്തിൽ അബദ് എന്ന് മഹാനായ ഫളുർ റസൂലിൽ ബദായുനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ അൽ മുഅ്തഖദുൽ മുൻതഖദിന് എഴുതിയ ഹാഷിയക്ക് അന്നുള്ള ഉലമാ ഉൽ ഹറമൈൻ തസ്ദീഖ് തഖ്രീർ എഴുതുകയാണ്. അതാണ് പിന്നീട് ഹുസാമുൽ ഹറമൈൻ അലാ മൻഹരിൽ കുഫ്രി വൽ മൈൻ എന്ന് പറയുന്ന ഗ്രന്ഥമായി അറിയപ്പെട്ടത്. മാത്രമല്ല അന്ന് തന്നെ അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദ്ദത്തിൽ ഗൈബിയ, അതോട് കാരണം ഉലമാ ഉൽ ഹറമൈൻ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹിയോട് സംഭാഷണം നടത്തുകയാണ്, ചർച്ചകൾ ചെയ്യുകയാണ്, അങ്ങനെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്, എല്ലാം സദ്യ ഒരുക്കുകയാണ്, എല്ലാം ചെയ്യുന്നു. പക്ഷേ അവിടെയും ദീനീ ഖിദ്മത്ത് ഇൽമി ഖിദ്മത്തൊന്നും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ, ഒന്ന് മറ്റൊന്നിനിക്ക് തടസ്സമാകാത്ത വിധത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി ഗ്രന്ഥരചനകൾ നടത്തുകയാണ്. ഫതാവൽ ഹറമൈൻ ബി റജ്ഫി നദ്വത്തിൽ മൈൻ മുമ്പ് എഴുതി. അങ്ങനെ പിന്നീട് ആ രണ്ടാമത്തെ ഹജ്ജ് യാത്രയിൽ അൽ മുസ്തനദുൽ മുഅ്തമദ് ബിനാ നജാത്തിൽ അബദ് 1320 ഹിജ്റയിൽ എഴുതിയ അതിനെ ഹാഷി, അതിനെ തൈലീഖാത്തും തഖ്രീറാത്തും തസ്ദീഖാത്താണ് ഉലമാ ഉൽ ഹറമൈൻ എഴുതിയത്. അതാണ് ഹുസാമുൽ ഹറമൈൻ. അതോടുകൂടി അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദ്ദത്തിൽ ഗൈബിയ 1323 ആ ഹിജ്റയിൽ, അതായത് 1905 തന്നെ രണ്ടാമത്തെ ഹജ്ജ് വേളയിൽ എഴുതിയ ആ മഹത്തായ ഗ്രന്ഥത്തിനെ ഉലമാ ഉൽ ഹറമൈൻ തസ്ദീഖും തഖ്രീറും ഔദാരിക എഴുതി ശക്തിപ്പെടുത്തുകയാണ്. മാത്രമല്ല അൽ ഇജാസാത്തുൽ റദ്വിയ ലി മുബജ്ജലി മക്കത്തൽ വഹിയ, അൽ ഇജാസാത്തുൽ لعلماء بكة والمدينة، كيفل الفقيه الفاهم في أحكام قرطاس الدراهم، الفيوض الملكية لمحب الدولة المكية തുടങ്ങിയ ഗ്രന്ഥങ്ങൾ മഹാനായ ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബരീൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇദാ ഉലമാ ഉൽ ഹറമൈൻ്റെ തസ്ദീഖും തഖ്രീറെല്ലാം അവതാരികം ശക്തിപ്പെടുത്തെല്ലാം സ്വീകരിക്കുന്ന ആ മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതുകയാണ്. എന്നിട്ട് ആ എഴുതിയ അദ്ദൗലത്തുൽ മക്കിയക്ക് പിന്നീട് നാട്ടിൽ വന്ന് അൽ ഫിയൂദുൽ മലക്കിയ ലി മുഹിബി ദൗലത്തുൽ മക്കിയ എന്ന ഹാഷ്യം എഴുതുകയാണ്. ഇങ്ങനെ ഗ്രന്ഥരചനകളെ കൊണ്ട് ഇൽമിയത്തും ഷഖ്സിയത്ത് കൊണ്ട്, അതായത് ഇൽമി ഖിദ്മാത്തിലും അവിടെ വ്യക്തിത്വത്തെയും ഉലമാ ഉൽ ഹറമൈൻ അറിയുകയാണ്. മാത്രമല്ല ഉലമാ ഉൽ ഹറമൈനിലെ വലിയ വലിയ പണ്ഡിതന്മാർ പല വിധത്തിൽ വിശേഷണം എഴുതിയിട്ടാണ് ഇമാം അഹ്മദ് റള റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് പറഞ്ഞത്. ചുരുക്കി പറയുകയാണെങ്കിൽ
ഹറം ഷെയ്ഖ് ഇസ്മായിൽ ബിൻ ഖലീൽ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി മക്കയിലെ വലിയ ഒരു പണ്ഡിതനാണ്. മഹാനവറുകൾ ഒരു കത്തിൽ എഴുതിയത് കാണാം ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദ്റത്തിലേക്ക്, ലാകിന്നൽ ഫഖീറു ഉഇദു നഫ്സി സാലിസ ഔലാദിക്കും, ഈ സാധുവായ ഞാൻ നിങ്ങളെ മൂന്നാമത്തെ മകനായിട്ടാണ് എൻ്റെ നഫ്സിനെ ഞാൻ എണ്ണുന്നത് എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ അടുക്കലേക്ക് എഴുതിയ 1912 ഒരു കത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മസ്ഊദ് അഹമ്മദ് റഹിമഹുല്ലാ അവിടുത്തെ ഇമാം അഹമ്മദ് അവർ ആലിമെ ഇസ്ലാം എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതേ മഹാൻ തന്നെ അദ്ദൗലത്തുൽ മക്കിയക്ക് തസ്ദീഖ് തഖ്രീർ അവതാരിക എഴുതുമ്പോൾ ഷെയ്ഖുനൽ അല്ലാമത്തുൽ മുജദ്ദിദ് എന്ന് അന്ന് തന്നെ വിശേഷിപ്പിച്ചത് അദ്ദൗലത്തുൽ മക്കിയ 6-ാമത്തെ പേജിൽ കാണാം. അതോടുകൂടെ ബഹുമാനപ്പെട്ടവർ തന്നെ അൽ മുസ്തനദുൽ മുഅ്തമദിന് തഖ്രീർ എഴുതുമ്പോൾ, അതായത് ഹുസാമുൽ ഹറമൈനിൽ മഹാനവറുകൾ പറയുന്നു, ബൽ അഖൂലു ലൗ ഖീല ഫീ ഹഖ്ഖിഹി ഇന്നഹു മുജദ്ദിദു ഹാദൽ ഖർനി ലകാന ഹഖ്ഖൻ വസുദ്ഖാ. ഇമാം അഹ്മദ് റളിയെ കുറിച്ച് ഈ കാലഘട്ടത്തിലെ മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ അത് ഹഖാണ്, വാസ്തവമാണ്, സത്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മുജദ്ദിദാണെന്ന് പണ്ഡിതന്മാർ, ഇന്ത്യൻ പണ്ഡിതന്മാർ പ്രഖ്യാപിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഹറമൈൻ ഷരീഫൈനിൽ നിന്ന് ബഹുമാനപ്പെട്ട ഹാജ് ഹാഫിദ് ഷെയ്ഖ് ഇസ്മായിൽ എന്നവർ പറഞ്ഞത് ഹുസാമുൽ ഹറമൈൻ 51-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഷെയ്ഖ് മുസ അലി ഷാമിൽ അസ്ഹരി അഹമ്മദി ദർവേരി റഹിമഹുല്ലാ അവിടുത്തെ ദൗലത്തുൽ മക്കിയുടെ തഖ്രീറിൽ എഴുതിയത് ഇമാമുൽ അയ്മത്തി അൽ മുജദ്ദിദു ലിഹാദിഹിൽ ഉമ്മത്തി എന്ന് ബഹുമാനപ്പെട്ട ദൗലത്തുൽ മക്കിയുടെ 642-ാമത്തെ അതിൻ്റെ തസ്ദീഖിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ഹാമി മില്ലത്തിൽ മുഹമ്മദിയത്തിൽ ലാഹിറ വ മുജദ്ദിദിൽ മിഅത്തിൽ ഹാദിറ എന്ന ഹുസൈൻ ബിൻ അല്ലാമ സയ്യിദ് അബ്ദുൽ ഖാദിർ തറാബുലുസി അദ്ദൗലത്തുൽ മക്കിയുടെ തഖ്രീർ എഴുതിയ സ്ഥലത്ത് ഇമാം അഹ്മദ് റഹിമഹുല്ലാനെ സംബന്ധിച്ച് 82-ാമത്തെ പേജിൽ പറഞ്ഞത് രേഖപ്പെടുത്തുന്ന കാണാം. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിനെ 1900 പട്നയിൽ വെച്ച് നടന്ന വലിയ കോൺഫറൻസ്, അതിൽ 1000-ഓളം വരുന്ന പണ്ഡിതന്മാർ, 313 പണ്ഡിതന്മാരുടെ പേര് ദാറുൽ ഇഫ്താൽ അസ്ഹറിൽ നമുക്ക് കാണാൻ കഴിയും. ആ മഹത്തായ സമ്മേളനത്തിൽ പണ്ഡിതന്മാർ എല്ലാവരും മുജദ്ദിദ് എന്ന് പ്രഖ്യാപിച്ചു ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച്. അതുകൊണ്ടാണ് മുജദ്ദിദുൽ മിഅത്തിൽ ഹാദിറ എന്ന് പ്രത്യേകിച്ചും ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മാത്രമല്ല സിന്ധിലെ പണ്ഡിതന്മാർ അശ്ശൈഖ് ഹിദായത്തുല്ലാഹി ഇബ്നു മഹ്മൂദ് ബിൻ മുഹമ്മദ് സയ്യിദ് സിന്ദിൽ ബക്രിൽ മുഹാജിറിൽ മദനി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അഹ്മദ് റസാ ഖാൻ ഫാദിൽ ബറേലവി റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് പറഞ്ഞത് മുജദ്ദിദുൽ മിഅത്തിൽ ഹാദിറ മുഅയ്യിദുൽ മില്ലത്തി ത്വാഹിറ എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ടവരുടെ അദ്ദൗലത്തുൽ മക്കിയ ബിൽ മാദത്തിൽ ഗൈബിയുടെ തഖ്രീറും അതുപോലെ അല്ലത്വായ നബവിയ ഫിൽ ഫതാബ റദ്വിയുടെ മുഖദ്ദിമയിൽ 1-ാം വാല്യം 241-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല സാഹിബുൽ മസാർ ബഹുമാനപ്പെട്ട ഇമാം മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അല്ലാമ അബു സആദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സബത്തുൽ അസ്ഹർ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സനദുകളെയും മശായിഖിനെയും പരിചയപ്പെടുത്തുന്നു. മഹാനായ ഇമാം ഷാലിയാത്തി റഹിമഹുള്ളയുടെ എല്ലാ മശായിഖ് അഹ്ലി സുന്നയുടെ ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ, അവർക്ക് മദദ് ഹിമായത്ത് ഷഫാഅത്ത് നൽകട്ടെ. ആ കൂട്ടത്തിൽ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് 13-ാമത്തെ എണ്ണമായി പറയുന്നത് വമിൻ അശ്യാഖി അശ്ശൈഖുൽ അല്ലാമ വൽ ഫാദിലുൽ ഫഹാമ മുജദ്ദിദുൽ ഖർനിൽ ഹാദിർ ومؤيد الدين الطاهر مولانا الشيخ الحاج محمد أحمد رضا خان البريلوي صاحب التصانيف الفائقة والتعاليف الرائقة التي نافت على 600 من المصنفات الجليلة والمؤلفات الجميلة എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷെയ്ഖും അവിടുത്തെ ഉസ്താദായ ഇമാം അഹ്മദ് റസാ ഖാൻ ഫാസിൽ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ സംബന്ധിച്ച് സബത്തുൽ അസ്ഹർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ 25-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. സബത്തുൽ അസ്ഹർ എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കണം, ഒരുപാട് സാദാത്യങ്ങൾ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയോട് സനദും ഇജാസത്ത് ചോദിച്ചു. അതിൽ പ്രധാനമായി ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയോട് അസ്സയ്യിദ് മുഹമ്മദ് ബിൻ അസ്സയ്യിദ് ഹുസൈൻ ഷിഹാബി അൽ അലവിൽ ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിയോട് സലഫു സ്വാലിഹീങ്ങളുടെ ഇജാസാത്തും സനദും കുതുബുൻ നഖ്ലിയ അതുപോലെ ഉലൂമുൽ അഖ്ലിയാബുൽ
നഖ്ലിയ തുടങ്ങിയ എല്ലാത്തിൻ്റെ സനദ് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഒരു മഹത്തായ സനദിൻ്റെ മജ്മൂഅത്താണ് സബത്തുൽ അസ്ഹർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൻ്റെ 25-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് 1336-ാമത്തെ ഹിജ്റയിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആലാ ഹദ്റത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി 45 ഫന്നുകളിലും അതുപോലെ ഒരുപാട് മുസൽസലുകളും മുസാഫഹകളും അറിയപ്പെട്ട 4 മുസഹഫകളും അങ്ങനെ ഇജാസത്ത് കൊടുത്തതെല്ലാം വിശദമായി ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സബത്തുൽ അസ്ഹർ 25-ാമത്തെ പേജിൽ പറയുകയാണ്. മാത്രമല്ല മുഫ്തി മദാഹിബിൽ അർബഅ ആയതുകൊണ്ട് മഹാനായ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി 4 മദ്ഹബിലെ മുഫ്തിയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി 562 സബ്ജക്റ്റുകളിൽ, അതായത് 51 വിശദമായി പറഞ്ഞാൽ 103, അതിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞാൽ 562 സബ്ജക്റ്റുകളിൽ ഗ്രന്ഥരചനകൾ നടത്തിയ മഹാനായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ 562 സബ്ജക്റ്റുകളും ആ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണെന്ന് ദാറുൽ ഇഫ്തായിൽ അസ്ഹറിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരുപാട് ഫുനൂനുകൾക്കും ഇജാസത്തിനും എല്ലാം ഇജാസത്ത് കൊടുത്ത ഒരു മഹാനാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ജൂദുൽ ഹുലൂവ് ഫി അർക്കാനിൽ ഉളൂ എന്ന് പറയുന്ന മഹത്തായ റിസാലയിൽ അത് നോക്കുമ്പോൾ അവിടുത്തെ ഫിഖ്ഹിന്റെ മഹാറത്ത് 4 മദ്ഹബിലെ അയിമത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എത്രമാത്രം മഹാറത്ത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അതിൽ പറഞ്ഞ ഫറായിദ് ഇഅ്തിഖാദിയ അങ്ങനെയുള്ള അയിമത്തുൽ അർബഅ ഫുഖഹായിന്റെ ഇടയിൽ ചർച്ച ഉള്ള ഫർളുകളും വാജിബുകളും എല്ലാം വിശദമായി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജൂദുൽ ഹുലൂവ് ഫി അർക്കാനിൽ ഉളൂ എന്ന് മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ആ മഹത്തായ ഗ്രന്ഥത്തിൽ നമ്മുടെ മലബാറിലെ ഫതുഹുൽ മുഈൻ ഉദ്ധരിച്ചുകൊണ്ടും പറഞ്ഞത് കാണാം, ഖുറത്തുൽ ഐൻ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. മാത്രമല്ല ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ അബൂ നുജൈം റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബഹ്റുർ റായിഖിന്റെ മുസന്നിഫ് ഷഅറാനി ഇമാമിന്റെ ഉസ്താദ്, ആ ഷഅറാനി ഇമാം മഹാനവറുകളെ സംബന്ധിച്ച് പറഞ്ഞ മഹത്വങ്ങളും എല്ലാം ഇമാം അഹ്മദ് ആ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയുടെ ശിഷ്യനും ഖലീഫയായ ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ 4 മദ്ഹബിലും മുഫ്തിയാണ്. അൽ ഫതാവൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശർഇയ്യയുടെ മുഖദ്ദിമയിൽ 4 സനദും പറഞ്ഞത് കാണാം. അതിൽ ഹനഫി സനദ് പറഞ്ഞത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ ഇമാമുൽ ആലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അതുപോലെ ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ സിൽസില ഷാഫിയ്യത്തിന്റെ ഹസ്ബുല്ലാഹിൽ മക്കി മുഖേന അങ്ങനെ മലബാറിലെ വെല്ലൂരിലെ അങ്ങനെയുള്ള ഹറമൈനിലെ അങ്ങനെയുള്ള മഹാന്മാർ മുഖേനയാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്ത് റഹ്മത്തുള്ളാഹിയുടെ സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചും ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദായ എല്ലാ വിഷയത്തെയും റോഡ് മോഡലായ ബഹുമാനപ്പെട്ട മുഖത്തതയായ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക്ക് സഫർ 25 നടക്കുമ്പോൾ യൗമുൽ മുജദ്ദിദീൻ മുഹറം 27 യൗമു മശായിഖ് അഹ്ലു സുന്ന യൗമുൽ മശായിഖ് ഇമാം ഷാലിയാത്ത് റഹിമഹുല്ലാഹിന്റെ ഉറൂസ്. അതിൻ്റെ ശേഷം യൗമുൽ മുജദ്ദിദീൻ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ ഉറൂസ് മുബാറക്ക് 1-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദുകളെ എല്ലാം അനുസ്മരിച്ചുകൊണ്ട് അവരെയും അവരെ സിൽസിലുള്ള സർവ്വ മഹത്തുക്കളെ തവസ്സുലാക്കേണ്ട ദിനമാണ് യൗമുൽ മുജദ്ദിദീൻ. അസ്ലാഫിനെയും അഖ്ലാഫിനെയും അംബിയാക്കൾ സുദ്ദീഖീൻ ശുഹദാ സ്വാലിഹീൻ എല്ലാവരെയും തവസ്സുൽ ചെയ്ത് പ്രത്യേകിച്ചും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിനെയും അവിടുത്തെ അസ്ലാഫ് അഖ്ലാഫിനെ തവസ്സുൽ ചെയ്തുകൊണ്ട് നാം പ്രത്യേകിച്ചും നമ്മുടെ ഈമാന്റെ സലാമത്തിന് വേണ്ടി ഇസ്തിഖാമത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചും ദുആയിരിക്കേണ്ടതുണ്ട്. തസല്ലുബ് സുന്നത്തമായത്തിൽ തസല്ലുബ് വേണം. ആഖിർ സമാനാണ്, ആഖിർ സമാന്റെ ചണ്ടിച്ചവറുകളാണ്, എല്ലാ നിലക്കും ഫിത്നകളാണ്, പല വിധത്തിലുള്ള ഫിത്നകൾ. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ കൈ വലിക്കുന്നവരുണ്ട്, കാല് വലിക്കുന്നവരുണ്ട്, നമ്മളെ കൈക്കാല് തളർത്തുന്നവരുണ്ട്. പൊടിപ്പൊടിയാക്കാൻ വേണ്ടി 4 ഭാഗത്തും ദീനിന്റെ ശത്രുക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കളാണ്, വ്യക്തികളായിട്ടും ആയുധങ്ങളായിട്ടും അങ്ങനെ പല സാഹചര്യത്തിലും ഉള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈമാൻ സലാമത്താകാൻ വേണ്ടി പ്രത്യേകിച്ചും ഈ മഹത്തുക്കളെ തവസ്സുൽ ചെയ്ത് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ അസാത്തിദത്ത് അശിയാഖ് ഹഫ്ളഹുമുല്ലാഹ് അവരുടെ സിൽസിലയിലുള്ള സർവ്വ മഹത്തുക്കളെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് യൗമുൽ മുജദ്ദിദീൻ സഫർ 25
5 നടക്കുമ്പോൾ അതിൻ്റെ ഒരു തവസ്സുലായി, അതിൻ്റെ മുഖദ്ദിമയായി 22-ന് ഇമാം ശാരിയാത്തി റഹ്മത്തുള്ളാഹിയുടെ ഹളറത്തിൽ വെച്ചിട്ട് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ തവസ്സുല്, അവിടുത്തെ തവസ്സുല് ബി യൗമിൽ മുജദ്ദിദീൻ, അവിടുത്തെ തിദ്കാർ തദ്കിറത്ത് മറ്റുള്ള മജ്ലിസുകളൊക്കെ നടക്കുമ്പോൾ അതിനെ തവസ്സുലാക്കുകയും പറ്റുന്നവരെല്ലാം അതിന് സമ്മതിക്കുകയും വേണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദിറാസുകളെല്ലാം സ്വീകരിക്കട്ടെ. ഇമാം ശാരിയാത്തി റഹ്മത്തുള്ളാഹിയുടെ എല്ലാ അസാത്തിദത്ത് അശ്യാഖ് അഹ്ലി സുന്ന, അത് പ്രത്യേകിച്ചും അവിടുത്തെ പിതാവായ ഉസ്താദുൽ ആരിഫീൻ ഇമാദുദ്ദീൻ അലി ശാരിയാത്തി റഹിമഹുല്ലാഹ്, അതുപോലെ വലിയൊരു മശായിഖുകൾ ലത്തീഫിയ, അതുപോലുള്ള മഹത്തുക്കൾ, അതുപോലെയുള്ള സർവ്വ മഹത്തുക്കളുടെയും ദറജാത്ത് അല്ലാഹു ഉയർത്തുമാറാകട്ടെ. അതുപോലെ പ്രത്യേകിച്ചും ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി മഹാനവറുകളുടെ കറാമാത്തിൽ എത്ര സംഭവങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പ്രധാനപ്പെട്ട മുരീദും ഖലീഫയായ ജമീലുർ റഹ്മാൻ സിദ്ദീഖ് ഖബ്രസ്ഥാനിൽ അവിടുത്തെ പിതാവിൻ്റെയും അവിടുത്തെ വല്യാപ്പാൻ്റെ അടുത്ത് മറവട്ട് കിടക്കുന്ന ജമീലുർ റഹ്മാൻ ഖാദിരി, മൈ ഹു സുന്നി ഹു ജമീലെ ഖാദിരി മർനെ കെ ബാദ് മേറാ ലാശാ ഭി കഹേഗാ അസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞ ഖബാല എ ബഖ്ശിഷിലെ പ്രധാനപ്പെട്ട ഖസീദകൾ എഴുതിയ ഐ ഷഹിൻഷാഹെ മദീന അസ്സലാത്തു വസ്സലാം സീനത്തെ അർഷേ മുഅല്ല അസ്സലാത്തു വസ്സലാം എന്ന് വിശേഷണം പറഞ്ഞ ആ ബൈത്തുകൾ പറഞ്ഞ ആ മഹത്തായ മഹാനവറുകളുടെ മദ്ദാഹുൽ ഹബീബ് ജമീലുർ റഹ്മാൻ ഖാദിരി റഹിമഹുള്ളയുടെ കുടുംബത്തിൽപ്പെട്ട ഹമീദുദ്ദീൻ എന്ന് പറഞ്ഞ കുഞ്ഞുമോന് ആലാ ഹദ്റത്ത് റഹിമഹുല്ലാഹിനെ സംബന്ധിച്ച് പറഞ്ഞത് കാണാം. കുട്ടിക്കാലത്ത് ആലാ ഹദ്റത്ത് റഹിമഹുള്ളയോട് സംസാരിക്കുമ്പോൾ വിനയത്തോടെ സംസാരിക്കുന്ന മഹാമനുഷി ഇതാ ഒരു ദിവസം ആരോ വന്നിട്ട് സന്ദർശന സമയം അല്ലാത്ത സമയത്ത് മഹാനവറുകളെ കാണാൻ വന്നു. അങ്ങനെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി, മഹാനവറുകളുടെ റൂമിലേക്ക് പോയി, മഹാനവറുകളെ കാണുന്നില്ല. അങ്ങനെ വീട് മുഴുവനും അന്വേഷിച്ചു. വീട്ടിൻ്റെ ആളുകളെല്ലാം ഇതാ അത്ഭുതപ്പെടുകയാണ്, ബേജാറാവുകയാണ്. എവിടെ പോയി ഇമാം അഹ്മദ് റളാ? ആർക്കും അറിയുന്നില്ലല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു. അല്പസമയം കഴിഞ്ഞതിൻ്റെ ശേഷം അവർ നോക്കി നടന്ന റൂമിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളാ പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടപ്പോൾ വല്ലാതെ അത്ഭുതത്തോടുകൂടെ എവിടെയാണ് പോയിരുന്നത്, നമ്മളൊക്കെ അവിടെ നോക്കിയല്ലോ. വീണ്ടും 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 ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് റളാ രഹസ്യം വെളിവാക്കി. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും മദീന മുനവ്വറയിലേക്ക് പോവുകയാണ്, മദീന മുനവ്വറയിലേക്ക് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ സംഭവം വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ചയും അവിടുത്തെ ശാരീരികമായി അവിടുത്തെ കറാമത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ഖ് മഹബ്ബത്ത് കൊണ്ട് ആ സാന്നിധ്യത്തിലെത്തിയ ഇമാം അഹ്മദ് റളാ ഇന്ന് വെള്ളിയാഴ്ച രാവ് നമ്മൾ ആ മഹാനവറുകളെ തിദ്കാറായി യൗമുൽ മുജദ്ദിദീൻ സഫർ 25-നെ തവസ്സുലാക്കിക്കൊണ്ട് ഇവിടെ നമ്മൾ ഒരു മജ്ലിസ് നടത്തുകയാണ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, അതായത് സഫർ 22 ആഗസ്റ്റ് 6 നടത്തപ്പെടുന്ന പുണ്യ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദിറാസകളും മജ്ലിസുകളൊക്കെ സ്വീകരിച്ച് ഈ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദും ഹിമായത്തും ഷഫാഅത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വരാൻ പോകുന്ന പുണ്യ റബീഉൽ അവ്വൽ റബീഉൻ നൂർ പുണ്യമാസമാണ് കടന്നു വരുന്നത്. ആ പുണ്യമാസത്തിന് സ്വാഗതമാക്കുക. ഉറൂസ് അലാ ഹദ്റത്ത് സർവ്വ മുജദ്ദിദികളെയും തവസ്സുലാക്കി ഒരുപാട് ഖുർആനോത്ത്, സ്വലവാത്ത്, തസ്ലീമാത്ത്, അങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ ഈ മജ്ലിസിൽ നടത്തപ്പെടുന്ന ബദ്രിയത്ത്, ഉഹദിയത്ത് എല്ലാ മഹാന്മാരെയും തവസ്സുലാക്കിക്കൊണ്ട് റബീഉൽ അവ്വൽ ഷരീഫിനെ സ്വാഗതം. ഇദാ വബ്തഹു ഇലൈഹിൽ വസീല യൗമുൽ മുജദ്ദിദീനെ കൊണ്ടും ഈ പുണ്യ മജ്ലിസിനെ കൊണ്ടും മീലാദ് ഷരീഫിന് സ്വാഗതം ഇസ്തിഖ്ബാൽ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ സഫർ 22 ആഗസ്റ്റ് 6 മഹദറത്തുൽ അസ്ഹരിയ, അതുപോലെ പ്രത്യേകിച്ചും ബദ്രിയത്ത് ഉഹുദിയത്തിനെ തവസ്സുലാക്കിക്കൊണ്ട് ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹിയുടെ സർവ്വ മശായിഖിനെ തവസ്സുലാക്കിക്കൊണ്ട് ലോകത്ത് വന്ന 1-ാം നൂറ്റാണ്ടിൽ വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മുതൽ 14-ാം നൂറ്റാണ്ടിൽ വന്ന ഇമാം അഹ്മദ് റളാ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള സർവ്വ മുജദ്ദിദുകളെയും തവസ്സുൽ ചെയ്തുകൊണ്ട് ഹഖിന്റെ എല്ലാ അഹ്ലുകാരെ തവസ്സുലാക്കിക്കൊണ്ട് ഇതാ പുണ്യ മജ്ലിസ്, ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഈ മഹാന്മാരുടെയൊക്കെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.